അമേരിക്കയുടെ വധഭീഷണികൾക്കിടയിൽ വിശദമായ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും രാജ്യത്തെ നയിക്കാൻ തന്റെ വിശ്വസ്തനായ ഒരു സഹായിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആരാണ് ആയത്തുള്ള അലി ഖാംനെയുടെ ആ വിശ്വസ്തൻ? എന്തൊക്കെയാണ് ഇറാന്റെ സർവൈവൽ പദ്ധതികൾ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ജനുവരിയിൽ രാജ്യവ്യാപക പ്രതിഷേധവും പിന്നാലെ അമേരിക്കയുടെ ആക്രമണ ഭീഷണിയും നേരിട്ടതോടെ ഉന്നത ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനായ അലി ലാരിജാനിയെ രാജ്യം നയിക്കാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു ഖാംനെയി. രാജ്യത്തിന്റെ മുഴുവൻ യുദ്ധ തയ്യാറെടുപ്പുകളും അതിജീവന പദ്ധതികളും ഏൽപ്പിച്ചിരിക്കുന്നത് ലാരിജാനിയുടെ കൈകളിലാണ്. യുഎസിന്റെ സൈനിക ഭീഷണി ഉയർന്ന സമയത്തായിരുന്നു ലാരിജാനിയെ ഈ ദൌത്യം ഏൽപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. 67 വയസ്സുള്ള അലി അർദഷീൽ ലാരിജാനി മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനും റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിലെ മുൻ കമാൻഡറും ഇപ്പോഴത്തെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ തലവനുമാണ്. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 1992-94 സാംസ്കാരിക മന്ത്രിയായിരുന്നു. 94-2004 വരെ ദേശീയ ടെലിവിഷൻ റേഡിയോ തലവനായി. ഖാംനെയുടെ പ്രധാന ഉപദേശകനാണ് ഇദ്ദേഹം. 2005 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2025 ഓഗസ്റ്റിലാണ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായി നിയമിതനായത്. ഖാംനെയുടെ ഏറ്റവും വിശ്വസ്തനായ ക്രൈസിസ് മാനേജർ എന്നാണ് ലാരിജാനിയെ വിശേഷിപ്പിക്കുന്നത്. മതനേതാവല്ലാത്തതിനാൽ സുപ്രീം ലീഡർ സ്ഥാനത്തിന് അയോഗ്യനാണ്. പക്ഷേ പ്രതിസന്ധി സമയത്ത് ലാരിജാനിയെ ഇടക്കാല നേതാവായി കണക്കാക്കുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ലാരിജാനിയുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു. രാജ്യത്ത് ഖാംനെയി ഭരണത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ അടിച്ചമർത്താനുള്ള ചുമതല അദ്ദേഹത്തിനാണ്. റഷ്യ, ഖത്തർ, ഒമാൻ തുടങ്ങിയ സഖ്യകക്ഷികളുമായി ഏകോപനം നടത്തിവരുന്നു. വാഷിംഗ്ടണുമായുള്ള ആണവ ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും ലാരിജാനിയാണ്. ഇതിനൊപ്പം യുദ്ധ തയ്യാറെടുപ്പുകളും ലാരിജാനിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന് പോലും കാര്യങ്ങൾ നടപ്പാക്കാൻ ലാരിജാനിയുടെ അനുമതി വേണ്ടതുണ്ട്. ലാരിജാനിയോടും മറ്റ് അടുത്ത രാഷ്ട്രീയ സൈനിക സഹായികളോടും മുൻനിര നേതാക്കൾക്കെതിരായ കൊലപാതക ശ്രമങ്ങളെയും അതിജീവിക്കാൻ ഖാംനെയി നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനായി ഖാംനെയി 4 തലങ്ങളിലുള്ള സക്സഷൻ ഓർഡറുകളും തയ്യാറാക്കി കഴിഞ്ഞു. സൈനിക കമാൻഡിലും സർക്കാർ റോളുകളിലും 4 തലങ്ങളിലുള്ള പിൻഗാമികളെ നിയോഗിച്ചു. എല്ലാ നേതൃത്വ റോളുകളിലുള്ളവരോടും 4 പകരക്കാരെ നാമനിർദ്ദേശം ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. താൻ കൊല്ലപ്പെടുകയോ ആശയവിനിമയം തടസ്സപ്പെട്ടാലോ തീരുമാനങ്ങളെടുക്കാൻ ഒരു ചെറിയ ആഭ്യന്തര സമിതിയെയും ഖാംനെയി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ലാരിജാനി, മേജർ ജനറൽ യഹ്യ റഹീം സഫാഫി, ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബാക്കർ ഖാലിബാഫ്, പുരോഹിതനായ അലി അസ്കർ ഹെജാസി എന്നിവരാണ് ആഭ്യന്തര സമിതിയിലെ അംഗങ്ങൾ. 2025 ജൂൺ മാസത്തിൽ നടന്ന 12 ദിന ഇസ്രായേൽ യുദ്ധത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉപയോഗിച്ചാണ് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അന്ന് യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇറാന്റെ സൈനിക നേതൃത്വത്തിന്റെ വലിയ ഭാഗവും ഇസ്രായേൽ കൊന്നൊടുക്കിയിരുന്നു. ലാരിജാനിയുടെ ഉയർച്ച പ്രസിഡന്റ് പെസഷ്കിയാന്റെ അധികാരം ഗണ്യമായി കുറയ്ക്കുന്നതാണ്. യുഎസ് ഇസ്രായേൽ ഭീഷണി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ നിലവിൽ സർവൈവൽ മോഡിലാണ്. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ മാസം ദോഹ സന്ദർശിച്ചപ്പോൾ അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ലാരിജാനി പറഞ്ഞിരുന്നു. മുൻപത്തേക്കാൾ ശക്തരാണെന്നും ദൗർബല്യങ്ങൾ കണ്ടെത്തി പരിഹരിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഖാംനെയിക്ക് ലാരിജാനിയുമായി ദീർഘകാല അടുപ്പമുണ്ട്. ഗുരുതരമായ സൈനിക സുരക്ഷാ പ്രതിസന്ധിയിൽ അദ്ദേഹം ലാരിജാനിയാണ് ആശ്രയിക്കുന്നതെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാതയും കൂർമ്മ ബുദ്ധിയും അറിവും സാഹചര്യത്തിന് അനുയോജ്യമാണെന്ന് ഖാംനെയി പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. യുദ്ധസമയത്ത് ലാരിജാനിയുടെ പങ്ക് വളരെ പ്രധാനമായിരിക്കും.